ശംഭു എടാ നീ ഇതുവരെ റെഡി ആയില്ലേ? ഇത് എന്തൊരു ഒരുക്കോ ഇത്? ഓ ഇത് മതിയാ? എടാ നീ ഇത്രയും നീ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നേ? അല്ല, അമ്മയുടെ ഞാൻ പറഞ്ഞല്ലേ ട്യൂഷൻ ക്ലാസ്സിൽ ഗെറ്റ് ടുഗദർ. ഗെറ്റ് ടുഗദർ ഭയങ്കര ഒരുക്കമായി പോയല്ലോ. അമ്മ ഇതൊക്കെ ഒരു മെമ്മറബിൾ ഈവന്റ് അല്ലേ, അപ്പൊ നമ്മൾ ടിപ് ടോപ്പ് ആയിട്ട് പോകണം. മതി ഇത്ര ടിപ് ടോപ്പ്, ഇറങ്ങാൻ നോക്കാം പെട്ടെന്ന്. അല്ല അമ്മ, എനിക്കൊരു സഹായം വേണമായിരുന്നു. ഐസയുടെ കാര്യമാണ് എന്റെ പൊന്നു മോനെ എന്നോട് ചോദിക്കേണ്ട. അച്ഛൻ രാവിലെ പോണതിന് മുമ്പ് നിനക്ക് ചോദിക്കായിരുന്നല്ലോ. അയ്യോ അതല്ല, ഞാനേ മുടി ഈ സൈഡ് ഒതുക്കണോ അതോ ഈ സൈഡ് ഒതുക്കണോ? എന്റെ ഒരു അഭിപ്രായത്തിൽ നീ മുടി ഒതുക്കുകയോ ചെയ്യരുത്. എനിക്കറിയായിരുന്നു അമ്മ ഇങ്ങനെ പറയത്തുള്ളൂ. അതാണ് അമ്മ ഓൾഡ് സ്കൂൾ അല്ലേ. എടാ ഓൾഡ് സ്കൂൾ ആയിരുന്നെങ്കിൽ ഞാൻ നിന്റെ തല നിറച്ച എണ്ണയും വെച്ചിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് വകുപ്പെടുത്ത് ഇങ്ങനെ പറ്റ ഒട്ടിച്ചു വിട്ടാനെ, മനസ്സിലായാ? അത് വേണ്ട. അത് വേണ്ട, എന്നാ ഇറങ്ങ്. വാ. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവിടെ. വേറെ പരിപാടിയൊന്നും ഇല്ല അമ്മ. തിന്നും ഫോട്ടോ എടുക്കും, ഒരു വിന്റേജ് പ്രോഗ്രാം. വിന്റേജ് പ്രോഗ്രാം. അമ്മ ഇത് നോക്കാമോ, ഒരു തരത്തിൽ ഒരു സ്വസ്ഥത തരുന്നില്ല. ആശുപത്രി പോണം പറഞ്ഞോണ്ടിരിക്കുക. അതിനെന്താ കണ്ണ, അമ്മൂമ്മ കൊണ്ടുവല്ലോ കണ്ണനെ. അമ്മമ്മയുടെ പണിയെല്ലാം തീർത്തിട്ട് നമുക്ക് വൈകുന്നേരം പോവാം കേട്ടോ. അയ്യ അത് വേണ്ട, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇപ്പൊ ചെന്നിട്ടേ അമ്മൂമ്മ ഹോസ്പിറ്റൽ വരുമല്ലോ, അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം അമ്മൂമ്മയുടെ കൂടെ. മക്കളെ അതൊരു പ്രശ്നമുണ്ട്. അവിടെ ചുമ്മാ ചെന്ന് കഴിഞ്ഞാലേ അവര് പിടിച്ച് സൂചി കുത്തും. അങ്ങനെ പിള്ളേരെ കുത്തുന്ന സൂചി ഒന്നും ഇല്ല. ആര് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കൊച്ചു പിള്ളേരൊക്കെ പിടിച്ച് കുത്തുന്നത്. അയ്യ അങ്ങനൊന്നും ഇല്ല സുമേഷ് അമ്മ കേട്ടിട്ടില്ലേ അമ്മ? കണ്ടോടാ അങ്ങനത്തെ സൂചി? അവിടെ വലിയവരെ കുത്തുന്ന സൂചി മാത്രമേ ഉള്ളൂ, പിള്ളേരെ കുത്തുന്ന സൂചി ഇല്ല. ഉണ്ട് അവിടെ ഉണ്ട്. ഇല്ല ഉണ്ട് ഇല്ലാന്ന്. കണ്ണൻ വറിയാതെ വൈകുന്നേരം അമ്മൂമ്മ കൊണ്ടുപോകാം കേട്ടോ. തൽക്കാലം കണ്ണൻ പോയി കളിക്കിപ്പോ ചെല്ലേ. വേണ്ട, എനിക്ക് ഇപ്പൊ പോയിട്ടേ അച്ഛനെയും കുഞ്ഞാവേനെയും അമ്മേനെയും കാണണം. നീ ഇതുവരെയായിട്ട് അവരെ കണ്ടിട്ടില്ലേ? അച്ഛനും അമ്മേനെയും കണ്ടിട്ടുണ്ട്, പക്ഷെ കുഞ്ഞാവേനെ ഞാൻ കണ്ടില്ലല്ലോ. അതല്ലേ കണ്ണനോട് പറഞ്ഞേ കുഞ്ഞാവിനെ കൊണ്ട് കാണിക്കാന്നാ. ഇപ്പൊ ചെല്ല. അച്ഛൻ എന്തിയാ രാവിലെ തൊട്ട് കാണുന്നില്ലല്ലോ? ഇപ്പോഴാണോ എന്റെ മോൻ അച്ഛനെ പറ്റി അന്വേഷിക്കുന്നേ? ഇവിടെ ആശുപത്രിയിലോട്ട് ഭക്ഷണം കൊണ്ടുപോണ്ടേ, അതിനുള്ള സാധനം മേടിക്കാൻ പോയിരിക്കുക. നീയൊക്കെ ഉണ്ടായിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോടാ. അല്ല അതെന്തായാലും കാര്യമായി. ഞാനല്ലെങ്കിൽ ഞാൻ പോയിട്ട് വന്നേനെ. നാണോ ഇല്ലല്ലോടാ ഇങ്ങനെയൊക്കെ പറയാൻ, ആ പാവം മനുഷ്യനായിട്ട് ഓടിക്കാൻ. അമ്മ എന്തിനാ നാണിക്കുന്നത്? അമ്മ ഈ പ്രായ മനുഷ്യർ വീട്ടിൽ ഇരുന്നൂടാ, അവരിറങ്ങി വ്യായാമമൊക്കെ ചെയ്യണം. അല്ല വീട്ടിൽ ഇരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. എന്റെ പൊന്നുമോൻ അച്ഛനെ പറ്റി ഇത്രയും കൺസേൺ ഉണ്ടായിരുന്നാ? അച്ഛനെ പറ്റി മാത്രമല്ല അമ്മച്ചിയെ പറ്റി ഉണ്ട് ഈ കൺസേൺ. അമ്മച്ചി പറഞ്ഞേ അമ്മ നാലോചിക്കും. അമ്മച്ചിക്കൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് മുഖമൊക്കെ ചുളുങ്ങി മുടിയൊക്കെ നരച്ച് ഒരുമാതിരിയൊക്കെ ഇരിക്കത്തില്ലേ? പോടാ അവിടുന്ന്. എനിക്ക് മുടി നരക്കത്തും വയസ്സാകത്തൊന്നുമില്ല അല്ലേ കണ്ണാ? അമ്മ അങ്ങനെ വയസ്സാകത്തൊന്നുമില്ല. ഇവൻ എന്നെ ഇങ്ങനെ കാണുന്ന ഇഷ്ടം അല്ലേ കണ്ണാ? എന്തായാലും ഞാൻ പോകുന്നു. എന്തുവാ? എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കണ്ണാ, അച്ഛനും അമ്മയും കുഞ്ഞുവാവയും കൂടെ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരികയല്ലേ, അപ്പൊ കണ്ടാ പോരെ? വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണാം. മക്കളെ വിടീരി. എന്നിട്ട് അച്ഛമ്മയ്ക്ക് ഒരു തരത്തിലും ചെവിയും തലം കൊടുക്കരുത്. തിരുന്ന് അലച്ചോണ്ടിരുന്നോ കേട്ടോ. പോടാ ചെറുക്ക അവിടുന്ന്. ചൂണ്ടകൾ സുമേഷിന്റെ ചൂണ്ടകൾ ശൃംഗാര ചോദിക്കണത്. ഗെറ്റ് കുതിരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗെറ്റ് കുതിര എങ്ങനെ ഉണ്ടായിരുന്നു? ഇരി ഗെറ്റ് കുതിര സ്കൂളിൽ ഗെറ്റ് കുതിര എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിലെ ഗെറ്റ് കുതിര ട്യൂഷനിലെ ഗെറ്റ് ടുഗദർ. ട്യൂഷനിലെ ഗെറ്റ് ടുഗദർ കൊള്ളായിരുന്നു. എന്നോ? നീ എന്താ പരിഗണന? ആര്? ഞാൻ പരിങ്ങൊന്നുമില്ല. അടിപിടി ഉണ്ടായി. അടി അവിടുന്ന് അടിപിടി ഉണ്ടായി. ആരടിച്ച്? അടിപിടി ഉണ്ടായി. ചിറ്റപ്പാതൊന്നുമില്ല, ഞാൻ വന്ന വഴിക്ക് ചൂടായോണ്ടേ ഞാൻ പോയി കുളിച്ചിട്ടില്ല. നീ ചൂടത്ത് പട്ടൻസ് ഒക്കെ ഇട്ടുണ്ടോ? എന്തിനാ ശംഭു നീ പട്ടൻസ് ഒക്കെ ഇട്ട് ചൂടത്ത് എന്തിന്? അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ വന്ന് നിരുന്നേ, ചോദിക്കട്ടെ. സത്യം പറ എത്ര അടി കിട്ടി, എത്ര എണ്ണം കൊടുത്ത്? നീ പറ. ചിറ്റപ്പ അവിടെ ഇടിപിടിയൊന്നും ഉണ്ടായില്ല, ഞാൻ ഹാപ്പിയാണ്. കണ്ടില്ലേ നിന്റെ മോന്ത കണ്ടാറിയാ നീ ഹാപ്പിയെന്ന്? അതാ ഞാൻ ചോദിച്ചു എത്ര എണ്ണം കിട്ടി, എത്ര എണ്ണം കൊടുത്തെന്ന്. ചിറ്റപ്പ അടിപിടിയൊന്നും ഉണ്ടായില്ലെന്ന്. എന്നാ കഴുത്തിന്റെ ബട്ടൺസ് കഴിച്ചേ. ഊരാ ബട്ടൺസ് ഊരാ. ഇടിയുടെ ആഴം പവർ നോക്കി ആളെ കണ്ടുപിടിക്കുന്ന ഒരു കഴിഞ്ഞ കാലം സുമേഷിനുണ്ടായിരുന്നു. ഇനിയിപ്പോ അഴിക്കണം. അഴിക്കണം. അടി അത് വേണോ? വേണം. അരി കൈ കുത്തിക്ക. അരി അരി വേണ്ട, പുറത്തുനിന്ന് ഊരാലോ. ഊര് രണ്ടെണ്ണം അരി. അരി ശംഭു. ചിലപ്പോ സത്യമായിട്ട് ഇത് എങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ശംഭു ചിലപ്പ ഇത് ഞാൻ അവിടെ നിന്നപ്പോ ഇത് മാല അറിയാതെ പോയതാണല്ലേ, ഞാൻ അറിഞ്ഞോണ്ട് പോയിപ്പിച്ചതല്ല. അത് പറയാ
മാല കൊണ്ട് കളഞ്ഞല്ലേ നീ? ചിറ്റപ്പ ഞാൻ പറഞ്ഞില്ലേ നീ വിറ്റോ പണയം വെച്ചാ എനിക്ക് പയ്യ അറിഞ്ഞ് കേക്കൂ. പിന്നെ മാല ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ കാണുന്നില്ല. കാണുന്നില്ലല്ലേ? അതോട് ചെന്ന് ചേട്ടത്തിരുന്ന് പറഞ്ഞാൽ മതി, അവര് കാണിച്ചു തരും അവിടെ മാല പോയത്. ചിറ്റപ്പ ആരും പറയല്ലേ. ഞാൻ പറഞ്ഞില്ല, ചിലപ്പം പറഞ്ഞു നിൽക്കും. എത്ര പവന്റെ മാലയായിരുന്നു? 1.5. ഇവിടെ ശംഭു 1.5 പവന്റെ മാലയോ? ചിറ്റപ്പ അത് അറിയാതെ പോയല്ലേ, അറിഞ്ഞോണ്ട് പോയല്ലേ. അറിയാതെ അറിഞ്ഞോട്ട് അതിന് കടിച്ചിട്ട് 1.5 പവന്റെ മാല നീ കൊണ്ട് കളഞ്ഞിട്ടാ. അത് എത്ര ലക്ഷം, എത്ര രൂപയുടെ മാല? ഞാൻ ഒരു കാര്യം പറയട്ടോ, നമുക്കിത് ഒരുമിച്ച് കണ്ടുപിടിച്ചാലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ? എങ്ങനെയെങ്കിലും ഞാൻ എന്താ പോലീസിനായ മണപ്പിച്ച് കണ്ടുപിടിക്കാൻ നിന്റെ കൂടെ? നീ എന്താടാ ശംഭു? നീ ചിരിക്കുന്ന എന്തിനാണ്? നിന്റെ തൊള്ളക്കെട്ട് 1.5 പവന്റെ മാല കൊണ്ട് കളഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? റിക്വസ്റ്റ് ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റുമോ? ചിലപ്പോ പ്ലീസ് ഒന്നുകൂടെ. ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. എടാ സോറിടാ, എനിക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് വൈകിട്ടേ ഈ ചൂണ്ടയിടാൻ പോകുന്നുണ്ടല്ലോ, 1 ലോഡ് മീൻ എനിക്ക് പൊള്ളാച്ചിലോട്ടേക്കണം. ഈ തോട്ടിൽ നിന്ന് പിടിച്ച മീൻ 1 ലോഡ് പൊള്ളാച്ചിക്ക് അയക്കണം. ചിറ്റപ്പോ ഒന്ന് തള്ളാതിരിക്കുമോ? നീ എന്നാ എന്റെ തള്ള നോക്കി നീ 1.5 പവന്റെ മാല കൊണ്ട് കളഞ്ഞില്ലേ നീ? ആണോ? അത് ശരിയാണ്. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റൂ. വരാ. വാ. എന്തെങ്കിലും കാണിച്ചു വെച്ച് എന്തൊരു ചെയ്തിട്ട് ചിറ്റപ്പ മാത്രമേ ഉള്ളൂ. വാ. നടാ മാറ്. അത് അമ്മയടുത്ത് പറയല്ലേ? അമ്മയടുത്ത് പറയണ വേണ്ടെന്ന് ഞാൻ ആലോചിക്കാം. എടാ നിനക്ക് ഇവിടെ തന്നെ പോയെന്ന് തോന്നുന്നുണ്ടോ? ചിറ്റപ്പ ഇവിടെ പോയിട്ടില്ല. പിന്നെ ഇവിടെ നോക്കുന്നതിന് വേറെ അങ്ങോട്ട് പോയി നോക്കിയാ പോരെ? അല്ല ഇറ്റപ്പ, ഞാൻ ട്യൂഷൻ സെന്ററിൽ നിന്ന് കേറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്റെ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നു. ഉറപ്പാന്നോ? ഉറപ്പാന്നോടെ? ഉറപ്പാണെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ നീ മാല എടുത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. എടാ രാവിലെ നീ എവിടെ പോണു? ഫുട്ബോൾ ഞാൻ കളിക്കാൻ പറ്റില്ല. പിള്ളേര് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. ഇറ്റപ്പ അതല്ലല്ലേ വിഷയം, ഇത് മാല തപ്പണ്ടേ? മാല തപ്പണ തപ്പ്. ചിറ്റപ്പ തപ്പങ്ങോട്ട്. എടാ ഞാൻ തപ്പെന്ന് പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് തപ്പാൻ പറ്റത്തൊന്നുമില്ല, നീ കൂടെ നോക്കണം അങ്ങോട്ട്. ചിറ്റപ്പ ഒന്ന് സീരിയസ് ആയിട്ട് നോക്ക്, വീട്ടിൽ ചെന്ന അമ്മ എന്നെ അടിക്കുമെന്ന്. അടിക്കണം, അടികൊള്ളണം. മാല കൊണ്ട് കളഞ്ഞിട്ടില്ലേ അമ്മ അടിക്കുന്നത്? ഏത് നേരത്താണോ എനിക്ക് ആ മാല എടുക്കാൻ തോന്നിയത്? അങ്ങനെ ആലോചിക്കണമായിരുന്നു. എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തല ഇറങ്ങും. സത്യം പറഞ്ഞാൽ മടുത്ത് ഞാൻ എനിക്ക് നോക്കാനൊന്നും ഇല്ല. നീ ഒരു കാര്യം, ട്യൂഷൻ സെന്ററിൽ പോയി നോക്കാം. ചിറ്റപ്പ ട്യൂഷൻ സെന്ററിൽ പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ നിന്നല്ലേ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നാ. അപ്പൊ പിന്നെ നീ പോയ വഴിയിൽ എവിടെ പോയിട്ടുണ്ട്? പോയ വഴി പോയിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും എടുത്താണ്. എടി ഇത്രയും വിലപിടിപ്പുള്ള മാല ആരെങ്കിലും കണ്ട ചുമ്മാ ഇട്ടിട്ട് പോവോ? അങ്ങനെയൊന്നും പറയാതെ കാണുമെന്നുള്ളൊരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറ. കാണും, നീ വാ. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചാ നീ എനിക്ക് എന്തോരും? കണ്ടുപിടിച്ചാ ഞാൻ എന്തെങ്കിലും തരാമെന്ന്. കണ്ടുപിടിച്ചാ വാ നോക്കട്ടെ. അച്ചാറ് വേണോ അണ്ണാ? എന്നാ പപ്പടം തരട്ടെ? വേഗം കഴിച്ചേ. ഇത് സൈഡിൽ ഇങ്ങോട്ട് മാറ്റിക്കേ. ഇങ്ങനെ പൊട്ടിച്ചാ മതി. ഇതേ കണ്ടോ, പൊട്ടിയില്ലേ? കഴിക്കും, ഇങ്ങനെ കഴിക്കും. എടാ സുമേ, നീ എവിടെ പോയി കിടക്കായിരുന്നടാ? കിളിക്ക് ലഞ്ച് കൊണ്ട് കൊടുക്കാൻ സമയം നിനക്ക് അറിയാൻ മേലായിരുന്നോ? നിന്നെ നോക്കിയിരുന്ന് കാണാൻ അച്ഛനാ കൊണ്ടുപോയത് കഞ്ഞിയായിട്ട്. കൊണ്ടുപോയിട്ട് അതിന് വലിയ പ്രശ്നത്തിലാണ് മച്ചി ഞാൻ പോയിട്ട് വന്നത്. എന്ത് പ്രശ്നം? സുമേ കാര്യം പറയടാ. കാര്യം അതായത് ഇവന്റെ കറ്റി കിടന്ന 1.5 പവന്റെ മാല കൊണ്ട് കളഞ്ഞു. ദൈവമേ, അതെവിടെ കൊണ്ട് കളഞ്ഞു? എടാ പവൻ ഇപ്പൊ എത്രയാ വിലയെന്നറിയാവോ? എടാ 50,000 രൂപ കവിഞ്ഞു. 80,000 രൂപയുടെ സാധനം കൊണ്ട് കളഞ്ഞേക്കുന്നേ. 80,000? എവിടെ കൊണ്ടാടാ കളഞ്ഞേ? അച്ഛമ്മ ഞാൻ ട്യൂഷൻ സെന്ററിൽ നിന്ന് പോയിട്ട് വരുന്നത് വരെ അത് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോ അത് കാണുന്നില്ല. എന്നിട്ട് അവിടെയൊക്കെ പോയി തപ്പിയായിരുന്നോ? എന്റെ അമ്മച്ചി മറ്റേ റോഡ് പണിക്കാർ റോഡ് അരിച്ചു പറക്കൂലേ, അതിനെക്കാട്ടും കഷ്ടമായിട്ടാണ് ഞാൻ അരിച്ചു പറക്കുക. എന്നിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും കിട്ടിയാൽ തന്നെ കൊണ്ടുവന്ന് തരുമോ? തരത്തില്ല. അച്ഛമ്മ ഈ കാര്യം അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. കൊല്ലട്ടോ നിന്നെ. കുറച്ചൊക്കെ സൂക്ഷിക്കേണ്ടടാ കാര്യങ്ങളൊക്കെ. നിനക്ക് ഇത്ര പ്രായമായി ചെറുക്കനല്ലേ? നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിനക്ക് ഇത്ര നാളായിട്ട് പ്രാപ്തിയായിട്ടില്ലേ? അച്ഛമ്മ ഇത് അറിയാതെ കളഞ്ഞു. അച്ഛമ്മ ഇത് എങ്ങനെയും സെറ്റാക്കി തരുമോ? ഞാൻ എങ്ങനെ സെറ്റാക്കാനാ? അച്ഛമ്മ എങ്ങനെയെങ്കിലും അമ്മയുടെ തന്നെ രക്ഷിക്കണില്ല. അമ്മ എന്നെ അഴിച്ചു കൊല്ലു. അച്ഛമ്മ അടിച്ചു കൊല്ലുവന്ന്. എടാ ചെറുക്ക, ആശ എന്ത് കഷ്ടപ്പെട്ട ആ മാല വാങ്ങിച്ചത് നിനക്ക് അറിയാവോ? നിനക്ക്? ഞാൻ എന്താ അവളോട് പോയി പറയണ്ടേ? കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ തുടങ്ങിയാലേ നമ്മളൊക്കെ, ഞാനെന്താ ഈ കൊച്ചുനാളിലോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോലും ഇല്ല. പിന്നെ നീ ഒന്നും കൊണ്ട് കളഞ്ഞിട്ടില്ല. ഞാനെന്താ അമ്മച്ചി കൊണ്ട് കളഞ്ഞിട്ടുള്ളത്? എടാ ഉത്തമ, നീ വന്നേ. നിന്റെ മോന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. കണ്ണ വേഗം കഴിക്കട്ടോ. അവനോട് ചോദിക്കും.
ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ലല്ലേ പറ. പറയടാ എന്താ പറയണ്ടെന്ന് പറഞ്ഞില്ല. മക്കളെ കഴിക്കും മക്കളെ എന്നാ. എന്താണ് പറ. കഴിക്കണേ ഉള്ളോ ഇപ്പൊ? കഴിക്കുകയാണ് അങ്ങോട്ട്. പറയടാ. അതച്ഛാ, ഞാൻ ട്യൂഷനിൽ നിന്ന് വരുന്ന വഴിക്കില്ലേ, വരുന്ന വഴിക്ക് പറ. വരുന്ന വഴിക്ക് കഴുത്തിലേ കഴുത്തിലൊന്നുമില്ല, കഴുത്തി എന്താണ് പറയടാ അങ്ങോട്ട്. പറയടാ. മാലയില്ലേ, എന്റെ മാല കളഞ്ഞു പോയി, അതാണ്. മാല കളഞ്ഞു പോയാ? കളഞ്ഞു പോയി. എവിടെ കളഞ്ഞു പോയി? അച്ഛാ ട്യൂഷന് പോയിട്ട് വരുന്നവരുള്ളത്, പിന്നെ ഇങ്ങോട്ട് കേറിയപ്പോ കാണുന്നില്ല. സത്യം പറയടാ, എവിടെയാണ് കൊണ്ട് പണയം വെച്ചത്? എന്റെ ദൈവമേ, എന്റെ മണ്ടേക്കോട്ടെ ഞാനിത് പപ്പടം നിന്നില്ല, ഞാൻ അവന്റെ മാലൊന്നും എടുത്തിട്ടില്ല. ഞാൻ നിന്റെ അടുത്താണ്, ഞാൻ അവന്റെ അടുത്തല്ലേ വേണം. എവിടെയാടാ കൊണ്ട് കളഞ്ഞു? അച്ഛാ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എവിടെയാണ് കളഞ്ഞത്. ട്യൂഷനിൽ ഉണ്ടപ്പോ ഉണ്ടായിരുന്നു അച്ഛാ. ട്യൂഷൻ ഉണ്ടായപ്പോ ഉണ്ടായിരുന്ന? ആ, എന്നിട്ട് പിന്നെ കാണാനില്ലേ? കാണുന്നില്ല. എവിടെ കൊണ്ട് കളഞ്ഞടാ? അച്ഛാ ഞങ്ങള് കൊറേ നോക്കി അച്ഛാ. അത് കൊറേ നോക്കി. കൊറേ നോക്കിയ നീ? സത്യം പറഞ്ഞു, നീ എവിടെയാണ് കൊണ്ടുപോയി പണയം വെച്ചാൽ നിനക്ക് എന്നെ അറിയാവോ? പറ അങ്ങോട്ട്. അച്ഛാ ഞാൻ പണയം വെച്ചൊന്നുമില്ല, അമ്മ എന്ന മാലയല്ലേ. അമ്മ എന്താ മാലയാണെങ്കിൽ ഇതിനെ കൊണ്ട് കളയാൻ വേണ്ടി നിൽക്കോ? ഇത് കറങ്ങി വരണ്ട, എന്റെ മണ്ടയ്ക്ക വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങ് കൊണ്ട് പണയം വെച്ചിട്ടില്ല. ആ പ്രായമില്ലാത്ത ചെറുക്കനെ എവിടെ കൊണ്ട് പണയം വെക്കാനാണ്? ഞാനും ഇങ്ങ് കൊണ്ട് വെച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടെ അവസാനോട് ചോദിക്കണം, എവിടെ കൊണ്ടുപോയി പണയം വെച്ചെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ ദൈവമേ, ഞാനൊന്നും പണയൊന്നും എടുത്തില്ല. എന്റെ മണ്ടയ്ക്ക് എന്തിനാ വരുന്നത്? ഞാൻ അവന്റെ മാലൊന്നും എടുത്തിട്ടൊന്നുമില്ല. നടക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ? നടക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ബാക്കി അമ്മ വരും, അപ്പൊ കേട്ടാ. അച്ഛാ അമ്മയടുത്ത് പറഞ്ഞ അച്ഛാ. ഇനിയിപ്പൊ എന്തിനാ അമ്മയടുത്ത് പറയാൻ പോകുന്നു? അമ്മയടുത്ത് പറയുമെന്ന് ഇനി പപ്പടം മാറ്റി കഴിഞ്ഞിട്ടപ്പാ. ഇതെന്തൂറ്റി നേരത്തെ വന്നോ? ഇന്ന് ക്ലിനിക്കിൽ ആമയും പശു ഒന്നും വന്നില്ലേ? നേരത്തെ വന്നാലും കുറ്റം, നേരത്തെ വന്നില്ലെങ്കിലും കുറ്റം. അത് ഞാൻ കുറ്റം പറഞ്ഞല്ല, നേരത്തെ വീട്ടിൽ കണ്ടതിന്റെ ഒരു സന്തോഷം കൊണ്ട്. ശംഭു വന്നില്ലേ? ശംഭു വന്നില്ലേ? എന്നിട്ട് വന്നിട്ട് വല്ലതും പറഞ്ഞോ? ഇന്ന് അവർക്ക് ഏതാണ്ട് എന്താണ് ഗെറ്റ് ടുഗതറോ ഏതാണ്ടൊക്കെ ആയിരുന്നല്ലോ. നന്നായിരുന്നു തോന്നുന്നു. വിശേഷം ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. ഏതാണ്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുപ്പോ ഷെയർ ഇട്ട് ഫുഡ് കഴിക്കലോ നാടകമോ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. നിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞോളൂ. ബാ, ഇങ്ങനെ ഉണ്ടായിരുന്നടാ നിങ്ങളുടെ ഗെറ്റ് ടുഗതർ? കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു പറയാനാണോ നീ ഇത്ര നേരം കിടന്ന് വിൽക്കിയത്? അല്ല കൊള്ളൂലായിരുന്നോ? കൊള്ളായിരുന്നു. അമ്മ എപ്പോ വന്ന്? അമ്മ ഇപ്പൊ വന്നതേ ഉള്ളു. എന്താണ് അച്ഛനും മോനും കൂടെ ഒരു കഥകളി? കഥകളിയാ? എനിക്ക് കുറച്ച് വായിച്ചു കഴിയുമ്പോ കണ്ണു വല്ലാണ്ടാവും. ആണോ? പ്രായമായില്ല, കണ്ണാടി വെച്ച് വായിക്കണം കേട്ടാ. അമ്മ പോയി ഫ്രഷ് ആവേ, ഞാൻ അങ്ങോട്ട്. ഞാൻ പോയി ഫ്രഷ് ആയിക്കോളൂ, നീ ഇവിടെ നിന്നേ. എന്നിട്ട് പറയടാ വിശേഷം, എങ്ങനെയുണ്ടായിരുന്നു പരിപാടികൾ? വിശേഷം നല്ല വിശേഷം. നിന്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോ? അവർക്ക് സുഖം തന്നെ. ആണോ? മക്കള് രാവിലെ ഒരു മാല ഇട്ടോണ്ട് പോയില്ലായിരുന്നോടാ? എന്തിയടാ രാവിലെ ഇട്ടോണ്ട് പോയ മാല എന്തിയെന്ന്? മാല? ആ എന്തി? മാല ഞാൻ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എവിടുന്നായിരുന്നു എടുത്തേ? അലമാരിയൊന്ന്. ആ അവിടെ കാണണം കേട്ടോ. എന്നാ ചെല്ലേ മക്കള്. വന്നോണ്ട് നീ മാലയെ കുറിച്ച് ചോദിച്ചല്ല? പിന്നെ ചോദിക്കണ്ടേ, സ്വർണ്ണത്തിന് എന്താ വില എന്ന് വെച്ചിട്ടാ. പിന്നെ അവന്റെ അച്ഛനാണെങ്കിൽ പണ്ട് 2.5 പവന്റെ മാല പശുവിനെ കൊണ്ട് തീറ്റിച്ച ചരിത്രമുണ്ട്. അത് അവന്റെ അച്ഛൻ പറഞ്ഞ് മറ്റേ മരുന്ന് കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അറിയാതെ കഴുത്തിന്ന് വീണുപോയെന്നാണ്. അങ്ങനെ പറ്റിപ്പോയതാണ്. അങ്ങനെ പശു കഴിച്ചത്. കൊറേ ട്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് കിട്ടിയില്ലല്ലോ. പശുവും പെണ്ണല്ലേ, പൊന്നീട്ടിയാ തിരിച്ചു തരൂലല്ല. അയ്യോ, ആണുങ്ങൾ പണയം വെക്കാൻ കൊണ്ടുവന്ന് പൊന്നൊന്നും തിരിച്ചു കിട്ടാറില്ല. എന്താ പറയാത്ത? അത് അത് ഒന്നും ഇല്ലായിരിക്കും. ശരി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്തോ വലുത് വരാനുണ്ട്. മഴ വരെ വരുന്നു. മഴ. ചിറ്റപ്പ കാര്യം പറ. എടാ, ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ചേട്ടത്തിക്കാണ്. ചേട്ടൻ നിന്നെ ഉറപ്പായിട്ട് പോക്കും. ചിറ്റപ്പ ഇത്രയും നേരം എല്ലാം സോൾവ് ആക്കി തരാന്ന് പറഞ്ഞാൽ ചിറ്റപ്പനാണോ ഇങ്ങനെ പറയുന്നത്? സോൾവ് ആക്കി തരാം. എടാ, നിന്റെ കൂടെ നിന്റെ അച്ഛൻ സപ്പോർട്ടില്ല, പിന്നെന്താ വേണം?
ചിലപ്പോ ചിറ്റപ്പനാണ് എല്ലാം അറിഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്ന. അച്ഛനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആ. പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യും. ഞാൻ ഒരു ഐഡിയ പറയട്ടോ. നീ ഐഡിയ പറയാൻ പോന്നു. പറയണ്ടേ? ആ പറ. ചിലപ്പോ നമുക്കൊരു ഇമിറ്റേഷൻ മാല വാങ്ങിച്ചു കൊടുത്താലേ? ഇമിറ്റേഷൻ മാല. ഇൻവിറ്റേഷൻ മാല. ഈടാ അതൊക്കെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയോ പെണ്ണുങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? പൊക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്തെന്ന് അതൊന്നും നടപടിയാവുന്ന കേസല്ല, വേറെ എന്തെങ്കിലും പിടി. അമ്മ അറിഞ്ഞാ പ്രശ്നമാവും. അറിഞ്ഞ പ്രശ്നമാവും, അറിയും. എന്റെ വേറെ ഐഡിയ ഉണ്ട്. എന്ത്? അതൊരു ടാസ്ക് ആണ്, പറയാട്ടോ. ആ ചിറ്റപ്പന് ഒരു ആവശ്യം വന്നപ്പോ ചിറ്റപ്പന് അത് ഞാൻ പണയം വെക്കാൻ തന്നു, അങ്ങനെ പറഞ്ഞ. ചിറ്റപ്പന് ഒരു ആവശ്യം വന്നപ്പോ അത് പണയം വെക്കാൻ തന്നു. ചിറ്റപ്പൻ പണയം വെച്ച് നീ കൂടെ കുമ്പിട്ട് കൂത്തല്ലേ? ഇതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തിന് ആഴ്ചക്കാലം വെറുക്കും. ഇല്ല, അമ്മയ്ക്ക് ചിറ്റപ്പെടുത്താണ് ഇത്തി കൂടെ സ്നേഹമുള്ള, അപ്പൊ അതുകൊണ്ട് കുറച്ച് അതോട് ആ സ്നേഹം അങ്ങ് പോയി കിട്ടും. പറ്റൂല. ഞാൻ ഇതാരതെന്ന് പറയാൻ. നീ എന്തെങ്കിലും ചെയ്യ്. ശംഭു മക്കൾ ഇതിനകത്ത് നല്ലായിരുന്നു രാവിലെ മാല എടുത്തോണ്ട് പോയേ? ഇതിനകത്തല്ലേ തിരിച്ചു വെച്ചെന്ന് പറഞ്ഞേ? എടുത്തതാടാ, തിരിച്ചു വെച്ച മാല ഇതിനകത്തുനിന്ന് എടുത്തതാടാ. നീ എന്താണ് മാർത്ത് നോക്കി നിൽക്കുന്നേ? നീ എന്തിനാ മാർത്ത് നോക്കി നിൽക്കുന്നേ? മറ്റേ പാട്ട് മാനത്തൊരു പാട്ട് പാടണ്ട. മാല എടുത്താടാ. മാലേ? മാല 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 ഞാൻ ചിറ്റപ്പനെ പണയം വെക്കാൻ കൊടുത്ത്. കൊടുത്തില്ലേ? കൊടുത്ത്. അയ്യോ എന്റെ പൊന്നെടുത്ത് ഞാൻ പണയം വെച്ചിട്ടൊന്നുമില്ല. ഞാൻ കൊടുത്തമ്മ, ഞാൻ കൊടുത്തില്ലേ? നീ ചിറ്റപ്പന് മാല പണയം വെക്കാൻ കൊടുത്തു, പാവം കൊണ്ട് പണയം വെച്ചു ആണോടാ? അമ്മ അത് വേറൊന്നും കൊണ്ടല്ല, ചിറ്റപ്പന് അത്യാവശ്യം എന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ പണയം വെക്കാൻ. ചിറ്റപ്പന് അത്യാവശ്യം നീ ആരോടും ചോദിക്കാതെ പണയം വെക്കാനും കൊടുത്തു അല്ലേ? ശരിയാണോടാ? ഇവൻ പറഞ്ഞുള്ളതാണോന്ന്? അത് പിന്നെ ഒരാവശ്യം വന്നപ്പോഴത്തേക്ക് എടുത്ത് പണയം വെക്കേണ്ടി വന്നു. ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ സുമേ നീ അനുഭവിക്കും കേട്ടോ. നീ ചെവി നുള്ളിക്കോ. സത്യം അല്ലേ? നുള്ളി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് അടച്ചു വെക്കുന്നതിനെ തണുപ്പിച്ച് ഉള്ള കാര്യം ഞാൻ പറയാം. അത്യാവശ്യം വന്നപ്പോ പറഞ്ഞു പോയതല്ലേ? അത്യാവശ്യം വന്നപ്പോ നീ ഇങ്ങനെ പറഞ്ഞു. എടാ നീ എന്നെ കണ്ട് തന്നെയാണ് ശംഭു പഠിക്കുന്നത്. എന്റെ കണക്ക് തന്നെ നീ വീണണം വിദ്യ, അല്ലെ ഒന്നും കിട്ടിയില്ലേ ആരെല്ലാം മണ്ടയ്ക്ക് കൂട്ടി ഇടണം. ചിറ്റപ്പ എന്നാലും അങ്ങനെ പറഞ്ഞല്ലേ, താങ്ക്സ്. അടിക്കാനും തോന്നുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഞാനോട് വരാം കേട്ടോ. അങ്ങനെ നീ കൂടെ വരണ്ടേ? സുമ ഞാൻ ഒരു കാര്യം പറയാം, നീ പണയം വെച്ച മാല തിരിച്ചെടുത്തോണ്ട് വന്നിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. പണയം വെച്ച ശംഭു എന്താ അമ്മ എന്നെ ഞാൻ വിളിച്ചോ? പണയം വെച്ച മാല തിരിച്ചെടുത്തിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാ കൊണ്ട് പണയം വെച്ച? അയ്യോ ബാങ്കിലെ പണയം വെച്ചെന്ന് എനിക്കറിയാം. ഏത് ബാങ്കിലാന്ന് ചോദിച്ചേ? എന്താണ് തിത്തൈ കളിക്കുന്നേ? ഇല്ല തിത്തൈ കളിച്ചില്ല. ഈ മാലയാണോ നിങ്ങൾ പണയം വെച്ചേ? അമ്മക്ക് ഇത് എവിടെ കിട്ടി? അയ്യോ നിന്റെ ചിറ്റപ്പം കൊണ്ട് പണയം വെച്ചെടുത്തു അമ്മ പോയി എടുത്തോണ്ട് വന്ന്. പണയം വെച്ചാ? എടാ നീ ട്യൂഷൻ സെന്റർ കൊണ്ട് കളഞ്ഞിട്ട് അവിടുത്തെ സാർ എന്നെ വിളിച്ചിട്ട് തന്നു വിട്ടതാ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ വാടാ. ഇല്ല ഞാൻ വരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉള്ള പോലെ ഒന്ന് വീട്ടിൽ പറയണം. ഞാൻ പറഞ്ഞിട്ടില്ല, നീ ആരെങ്കിലും ഇവിടെ പിടിച്ച് തിന്നുവോ? ഞാൻ മാത്രല്ല അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ വേറെ കൊടുത്തോളാം. കൊടുക്കണം ചേർത്ത് എല്ലാവരും കൊടുക്കണം, കംപ്ലീറ്റ് ആർക്കും കൊടുക്കണം. അഹങ്കാരം കാണിക്കാൻ പാടുണ്ടോ? നീ ഇങ്ങോട്ട് വന്നേ. എന്താ നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ കുനിഞ്ഞേ. എടാ വെറുതെ ആവശ്യമില്ലാതെ നന്മമരം കളിക്കരുത് കേട്ടോ. അതല്ല നന്മമാരോ? അമ്മ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ചിറ്റപ്പൻ പറഞ്ഞായിരുന്നു. അത് പിന്നെ മാവിലത്തെ മാങ്ങയില് ഇടയ്ക്കെങ്കിലും ഒരു മാങ്ങ പുത്തിട്ടെന്ന് വിചാരിച്ചു. നാണുണ്ടോടാ നിനക്ക്? ചെറുക്കൻ കള്ളം പറഞ്ഞു പോരാണ്ട് അതിന് കൂട്ട് നിൽക്കുന്നു. അവന്റെ കഴുത്തിട്ട് കൊടുക്കട്ടെ, ഞാൻ എടുത്തു വെച്ചോളാം. വേണ്ടല്ലേ? നീ അങ്ങനെ ഇപ്പൊ സ്വർണ്ണമാല ഇടണ്ട കേട്ടോ. പറഞ്ഞിട്ടില്ലേ നീ അങ്ങനെ ഇപ്പൊ സ്വർണ്ണമാല ഇടണ്ട. കള്ളനും കള്ളനും കഞ്ഞി വെച്ചവനും. കഞ്ഞി വെച്ചോ ഞാനാണോ അതോ കള്ളനാണോ? ഞാനാണോ? ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നേ, സോറി.